ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഇവക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, ഇന്ന് നമ്മുടെ ഇവാൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്കിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് ഞാനും എൻ്റെ ഇവക്കുട്ടും കൂടി നാളെ ഫുൾ നമ്മൾ കറങ്ങാനും അതുപോലെ തന്നെ നമ്മൾ കുറേ കളിക്കാനൊക്കെ പോകുന്നുണ്ട്. അല്ലേ യൂസേ? ഇവനെ കൊണ്ട് കുറേ സ്ഥലങ്ങളിലല്ല, എവിടെയെങ്കിലൊക്കെ പോകണം. അതാണ് നമ്മുടെ പ്ലാൻ. സോ അതായിരിക്കും നമ്മുടെ പുതിയ വീഡിയോ, ബർത്ത്ഡേ വിത്ത് ഇവ. ഇന്നിപ്പോൾ ലൈറ്റായി. സോ നാളെ രാവിലെ എണീറ്റ് നമുക്ക് പോകണം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവയുടെ സ്പെഷ്യൽ വ്ളോഗായിരിക്കും. എല്ലാവരും വെൽക്കം ചെയ്യും. നിന്റെ ടോയ്സൊക്കെ എടുത്തെറിയും. ഇവിടെ എടുത്തെടുത്ത് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും എന്നെ വിഷ് ചെയ്യണം. ഇന്ന് എനിക്ക് 4 വയസ്സാവുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോവും, ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ കഴിക്കും. നാണമാ എൻ്റെ കുഞ്ഞിന്, നാണമാ ക്യാമറ കാണുമ്പോൾ. അല്ലേ ഇവ? ക്യാമറ കാണുമ്പോൾ നാണമല്ലേ? നമ്മളിപ്പോൾ എണീറ്റേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഫുഡൊക്കെ കഴിക്കാം. All good. Yes guys, ഇതാണ് എൻ്റെ രാവിലത്തെ മീൽ, ഫസ്റ്റ് മീൽ. ഓക്കെ, സോ എൻ്റെ മീൽ എടുത്തിട്ട് വേണം ഇവയ്ക്ക് ഫുഡ് കൊടുക്കാൻ. മസ്റ്റ് ബ്ലേസിൻ്റെ പ്രൊമോഷനാണ്. എൻ്റെ ബ്ലെൻഡർ സത്യം പറഞ്ഞാൽ ഇല്ലാതായിപ്പോയി. സോ അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷേക്ക് മീൻസ് മീല് പ്രിപ്പയർ ചെയ്യുന്നത്. ബ്ലെൻഡറിന് ഞാൻ ഓവർ സ്ട്രെസ് കൊടുത്ത് അവസാനം ആള് കരിഞ്ഞു മരിച്ചിരിപ്പുണ്ടതേ. ഇത് എന്തൊരു കുറവുണ്ടല്ലോ. നമ്മൾ ഓടിച്ചിട്ടില്ല. ഇവയ്ക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ചിക്കനും ചോറുമാണ് അവളുടെ ഫേവറേറ്റ്. ഇപ്പം നൗഡേയ്സ് ഇഷ്ടമുള്ളൊരു ചിക്കൻ്റെ ഒക്കെ ഒരു ഇതുള്ളൊരു ഫുഡ് മേടിച്ചായിരുന്നു, ഒരു ഫ്ലേവറുള്ള. പക്ഷെ അത് ഭയങ്കര ക്വാണ്ടിറ്റി ഒന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് തോന്നും. ആൾ ഇന്നലെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവയ്ക്ക് കൊടുക്കുന്നത്. എൻ്റെ മീൽ സെറ്റായി. പിള്ളേരെ മറ്റേ കുറുക്കൊക്കെ കലക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇവിടെ വിളിക്കട്ടെ, നമുക്ക് ഇവയുടെ മീൽ സെറ്റാക്കാം. ഇവ നമ്മളിത് കഴിക്കാൻ പോകുന്ന ചിക്കൻ റൈസ് പെയ്വർ, ഉണ്ണി റൈസ്, ഗ്രീൻ പീസ്, ടേണിക്, കോളിഫ്ലവർ, സൺഫ്ലവർ ഓയിൽ, ചിയ സീഡ്സ്, ടോറിൻ, കാൽഷ്യം, എന്തൊക്കെയാ ഉള്ളതെന്നറിയോ ഇതിൻ്റെ അകത്ത്. ഇത് കഴിച്ചോണ്ടല്ല, വളരെ കണ്ടെന്നാൽ കുറച്ചുകൂടി വേണോ അത്, പക്ഷെ ക്വാണ്ടിറ്റി എൻ്റെ ഒരു അഭിപ്രായം. ഇന്നലെ കഴിച്ചതാ, കഴിച്ചേ കഴിക്കട്ടെ. അഹങ്കാരം നോക്കിയാ അവളുടെ. പെട്ടെന്ന് കഴിച്ചേ, കഴിക്കത്. ഇവ കഴിക്കുക.
എൻ്റെ പൊന്നാരാ? ക്യൂട്ട് ഗേൾ ആരാ? ഒക്കെ കണ്ടോ ഇതൊക്കെ? ഡിമാൻഡാ. ഗുഡ് ഗേൾ ആണെങ്കിൽ കഴിച്ചേ. ഗുഡ് ഗേൾ ഇവ ഗുഡ് ഗേൾ ആണോ? കുറേ ദിവസമായി മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട്. ഞാൻ ഇവേനയും കൊണ്ട് കൊടുത്ത് ഗ്രൂമിങ്ങിന് പോകണം എന്നായിരുന്നു. അയ്യോ എന്താ ഞാൻ പറഞ്ഞു മറപ്പി. അതായത് ഇവേനെ ഗ്രൂമിങ്ങിന് കൊണ്ട് കൊടുത്തിട്ട് ഞാനും പോയി ഹെയറൊക്കെ കട്ട് ചെയ്ത് തരണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഇവയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അപ്പോയിൻമെൻറ്റ് എടുക്കാൻ മറന്നു ഞാൻ ഇന്നലെ. 4 മണിക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ തന്നെ ആളെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അനീഷേൻ്റെ കടയിൽ പോയിട്ടൊന്ന് താളിക്കാം. ഞാൻ ഇന്നലെ വണ്ടി കയറ്റിയിടാൻ മറന്നുപോയി. അയ്യോ പൊള്ളി കിടക്കുക. അകത്ത് കയറി കഴിഞ്ഞാൽ മറ്റേ എയർ ഫ്രയറിൻ്റെ അകത്ത് ചിക്കൻ വെച്ച അവസ്ഥയാവും. സോ ഞാൻ ഒരു ഗ്ലാസ് മേടിച്ചു. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ. ഇപ്പം കമൻറ്റ് ചെയ്യണ 90% കമൻറ്റ് അന്തരെന്നായിരിക്കും. അങ്ങനെ പറയൂ നിങ്ങൾ, എനിക്കറിയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി നമ്മൾ വ്ളോഗും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ വണ്ടി ഒന്ന് ഇടിച്ചെറിയും. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, എന്തോ ഞാൻ ഓക്കെ അല്ലായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ട് വ്ളോഗ് ഇട്ട് തുടങ്ങണം എന്നുണ്ട്. സോ ഇട്ട് തുടങ്ങി കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയെന്ന് ഞാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും നമ്മളത് ഇഷ്ടപ്പെട്ട് സമാധാനത്തോടെ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ അതൊന്നും ശരിയാകത്തില്ല അല്ലേ? ഈ പറഞ്ഞ പോലെ ചേട്ടൻ്റെ കല്യാണം വരുവാണ്, അതിൻ്റെ കുറേ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സ്ട്രീം അതിന് മുന്നേ ചെയ്ത് തീർക്കണം, ലൈവും കാര്യങ്ങളൊക്കെ അതിന് മുന്നേ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ വ്ളോഗ് ഞാൻ കുറേ നാൾക്ക് ശേഷം വ്ളോഗ് എപ്പോഴും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയണ സെയിം ഡയലോഗാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് ഒരു റൊട്ടീനിൽ വരുമ്പോൾ നമുക്ക് പറയാമെന്ന്. അനീഷേട്ടൻ വന്നേ. എനിക്ക് അനീഷേട്ടൻ എനിക്ക് വലിയൊരു നിലയിലെത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെ ഞാൻ പോകും. അനീഷേട്ടനെ വീഡിയോ ഇടുന്നില്ല, അപ്പൊ ഞാനെങ്കിലും ഇട്ടോട്ടെ. ഇന്ന് മറ്റേ സ്റ്റൈൽ ചെയ്യുന്ന പോലെ എനിക്കിങ്ങനെ മുടിയൊക്കെ ഇട്ടിട്ട് അനീഷേട്ടൻ മറ്റേ ഈ പെമ്പിള്ളേരെ മുടിയൊക്കെ ഇട്ട് തരത്തില്ല, ഇങ്ങനെ അവസാനം ഇങ്ങനെ ഒതുക്കി അതുപോലെ ഇങ്ങനെ. അനീഷേട്ടൻ മുടി നന്നായിട്ടല്ലേ ഇരിക്കുന്നത്, നോക്കിയേ സുഖിപ്പിച്ചേടാ. ഇപ്പൊ മുടിയിരിക്കുന്നില്ല, ഈ ബാക്ക് ഇവിടെ നന്നായിട്ടല്ലേ ഇരിക്കുന്നത് അനീഷേട്ടൻ ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഈ രീതി തന്നെ കുറച്ച് മുടി ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഇതായില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഈ ഒരു രീതി തന്നെ മുടി ഇരിക്കുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഗയ്സ്? ഓക്കെ അല്ലേ? അധികം വെട്ടിയില്ല, കുറച്ചേ വെട്ടിയുള്ളൂ. ഇന്ന് ഇവയുടെ ബർത്ത്ഡേ, അപ്പോൾ ഞാൻ ഇവനെ കൊണ്ട് ഗ്രൂമിങ്ങിനും കൊടുത്ത് ഞാനും വന്ന് മുടിയൊക്കെ വെട്ടിയിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. രണ്ടുപേരും ഒന്ന് ക്ലീൻ ആവുന്ന രീതിയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കാക്കനാടുള്ളവർ അനീഷേട്ടന്റെ ബാർബി 7നെ സമീപിക്കുക. താങ്ക് യു എല്ലാവർക്കും. സന്തോഷം കേൾക്കുമ്പോ ഒരു സന്തോഷം. പൈസ അല്ലേ? അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു, പക്ഷെ കുറച്ച് ലേറ്റായി. കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കല്യാണം ആയതുകൊണ്ട് 2-3 കല്യാണം വിളിക്കാനും ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ പോകണമായിരുന്നു. ഇബൂസേ, നമ്മൾ ചെറിയൊരു പ്ലാനുണ്ട് പുറത്ത് ബീച്ചിൽ പോകാനായിട്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തു. ഇപ്പോൾ നമ്മൾ മിക്കവാറും ഊബറിലായിരിക്കും പോകുന്നത്. പക്ഷെ ഊബർ അത്രയും ദൂരം കിട്ടുമോ? എൻ്റെ ചക്കട ആരാ എൻ്റെ ചക്കട ആരാ എൻ്റെ ചക്കട ആരാ? ഇവയാണോ ഗുഡ് ഗേൾ? ഗുഡ് ഗേൾ ഗുഡു യൂസ്.
ചോദിക്കാതെ ഉമ്മായിരുന്നോ? എന്താ ഇവ ഇങ്ങനെയൊക്കെ? 4 വയസ്സായി. നമുക്കൊരു കുഞ്ഞൊക്കെ വേണ്ടേ? എത്ര നാളെന്ന് പറഞ്ഞിങ്ങനെ സിംഗിളായിട്ട് നടക്കും? ഒരു പയ്യനൊക്കെ വേണ്ടേ? നേരത്തെ മൊത്തം മുടിയാക്കിയേ എൻ്റെ. ഭാരത ബന്ധാൽ പാരിടടുവിൽ നമ്മൾ ടുബോർഗിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടുബോർഗ് ഉടനെ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ടുബോർഗ് വന്നിട്ട് നമുക്ക് ബീച്ചിലോട്ട് പോകാം. ബീച്ചിൽ ഇവയ്ക്ക് ഡ്രസ്സ് ഇട്ട് കൊണ്ടുപോകണോ? ഇവയ്ക്ക് ഞാനൊരു പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ അതിട്ട് കൊണ്ടുപോകണോ അത് ഇടാതെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കുന്നത്. കാരണം ഇവൾ അവിടെ പോകുമ്പോഴത്തേക്ക് എന്തായാലും അതിൽ കിടന്ന് വെള്ളത്തിലൊക്കെ പോയി മറിയും. എന്താ സൗണ്ട് ആകും അവിടെ നിന്ന്. അപ്പോൾ ഞാൻ എടുത്തോട്ടെ വീഡിയോ. അടങ്ങൊരു പൊടിക്ക് പോവാം. സോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നിക്കണോടാ നിക്കണേ. Hey guys, hello, welcome back to another vlog. ഗൈസ്, ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഒരു അച്ഛനെയും മോളെ നമ്മൾ ഈ വഴി വെച്ച് കണ്ട് ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാവരെ. ഇതാണ് അച്ഛനും മോളും. ഇതിൻ്റെ മൈക്ക് എവിടെയാണോ? ബ്രോ, ഹലോ ബ്രോ, എവിടെ പോണു? എങ്ങനെയുണ്ട് ഇബൂസിന്റെ ഡ്രസ്? ഇബൂസ് നിന്നേ നോക്കട്ടെ. പോസ് ചെയ്തേ. നമ്മള് പുതിയ ഡ്രസ് ഇട്ടു. ഇവ ഒന്നും ചെയ്യില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ബീച്ചിൽ പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ബീച്ചിൽ പോയാലുള്ള 2 പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വാക്സിനേഷൻ്റെ ടൈമായിട്ട് ഇരിക്കുക. അപ്പോൾ ബാക്കി ഡോഗ് വേറെ അവിടെ നോർമലി ഡോഗ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ എന്തേലും അസുഖം കിട്ടിക്കഴിഞ്ഞാൽ പണിയാവും. സോ അതുകൊണ്ട് ബീച്ച് ഒഴിവാക്കി. നമ്മൾ ഇടയ്ക്കൊരിക്കൽ ബീച്ചിന് പോയപ്പോഴത്തേക്കും ചെറിയൊരു വയ്യായ്ക പോലെയൊക്കെ വന്നായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഡ്രസ്സ് കൊള്ളാമല്ലേ? ഹായ്, വന്നേ. കുറച്ച് ദിവസം എവിടെയെങ്കിലൊക്കെ ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് അതിൻ്റെ സന്തോഷമുണ്ട്. അങ്ങനെ ഈ നമ്മൾ വരണമെങ്കിൽ ഈ സമയം വരണം. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് അറിഞ്ഞുകൂടാ. എന്തോ ഒരു സ്പോട്ടാണ്. ഇവിടെ കൂടുതലും കപ്പിൾസൊക്കെ വരും. പിന്നെ നടക്കാൻ ആണോ? അവൻ വരുമോ? കണ്ടാൽ നേരെ ഡയറക്റ്റ് വെള്ളത്തിൽ. സത്യം. തുടർന്നോ? ദേഹത്ത് കയറും. മുടി ആവത്തില്ലെങ്കിൽ ആമ്പിളയുടെ ഇത്തിരി കൗതുകം കൂടുതലാണ് പൊതുവെ. താങ്ക് യു. പശു കോമ്പറ്റീഷനായി ചോക്കി കോമ്പറ്റീഷനായി വിഷയായിട്ടാ. പാവ ഇടിക്കും കേട്ടോ. അത് കലിപ്പിലിരിക്കുകയാണ്. സ്വാഗ്. വലിയ സീൻ. നീ ആരടുത്ത് വെച്ചിട്ടോ ഇവിടെ വന്ന് പുല്ലിനണേ എന്നൊക്കെ. താഴെ പോയാൽ പൊടി പോലും കിട്ടത്തില്ല. മര്യാദയ്ക്ക് നടക്കാം. അല്ലെങ്കിൽ നല്ല വ്യൂ ആണോ നടക്കുമ്പോൾ? വന്നേ. അയ്യോ വന്നേ. പേടിച്ചേ? ഓടിക്കോ പ്രശ്നമായി. എടാ മൈക്ക് എൻ്റെ പക്ഷേ നീ പറഞ്ഞ കേക്ക്. വന്നേ
കണ്ട പുല്ലിലൊക്കെ കയറി നിരങ്ങിയുണ്ടല്ലോ, വീട്ടിൽ പോയിട്ട് നിന്റെ തണ്ട് കുളിപ്പിക്കുമോ നിന്നെ? ഇങ്ങോട്ട് പൊടി. ഞാൻ പോലും കുളിക്കാറില്ല. പൊന്നുകുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, മനസ്സിലാവുന്നുണ്ടാ? ഇന്ന് ഇയാളുടെ ബർത്ത്ഡേ ആയിരുന്നു, അറിയോ? അല്ലേ, ഇവിടെ ഒരു ബിസിനസ് ഐഡിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഇത്രയും വിശാലമായ സ്ഥലമുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പോത്താണ്. നമ്മളൊരു 2 ലക്ഷം രൂപ കൊടുത്ത് 2 പോത്തിനെ, ഒരു 2 ലക്ഷം രൂപ ഒരു 5-6 പോത്തിനെ കിട്ടും. 5-6 പോത്തിനെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇന്ന് കൊണ്ട് ഇവിടെ ഇടുന്നു, മെയ്യാൻ വിടുന്നു. എന്നിട്ട് അടുത്ത വർഷം ഈ ടൈം ആകുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ആ പോത്തൊക്കെ ഇതേ തോണ്ടേ കാടിയൊന്നും കൊടുക്കണ്ട, അടി പുല്ല് നിന്ന് വളർന്നോളും. ഈ പാടം കണ്ടിട്ട് എനിക്ക് പോത്തിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തീരുമാനമായിരുന്നു ഇങ്ങോട്ട് വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ബീച്ചിൽ പോയിരുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആവുമായിരുന്നു. കാരണം അല്ല, ഇന്ന് ഏത് ദിവസം? വെള്ളിയാണോ? ഇന്ന് ശനിയാഴ്ച. വ്യാഴം. അളിയോ, നല്ല തിരക്ക്, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ശരിയാ, മടുത്തു വേണം കേട്ടോ. നമ്മൾ അവിടെ പോകുമ്പോൾ എത്തുമ്പോഴത്തേക്കും ഒരു വെട്ടം പോവും. ഇവിടെ ഒരു ചൂണ്ട ഉണ്ടെങ്കിലും അളിയാ, മറ്റേ എറിയണ ചൂണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കിട്ടില്ല സ്ഥലം കണ്ടോ. ഇവിടെ നമുക്ക് സുഖമായിട്ട് നടക്കാം, ആരുമില്ല. ഒരു നല്ല നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ആരുമില്ല, ഫുൾ കപ്പിൾസ് ആണ്. കപ്പിൾസ് ഉണ്ട്. യൂസിന് ബർത്ത്ഡേ കേക്ക് മേടിക്കണം, പക്ഷെ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവയ്ക്ക് ട്രീറ്റ്സ് മേടിച്ചു കൊടുത്തില്ല, മേടിച്ചു കൊടുക്കണം. ഒരു ചൂണ്ട വാങ്ങിക്കളിയാ, കാർഡിയോ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് ചൂണ്ട. കാർഡിയോ എങ്ങനെ? ചൂണ്ട വെച്ചിട്ട് എങ്ങനെ കാർഡിയോ ചെയ്യും? എറിയും, കറക്കും, വീണ്ടും എറിയും, കറക്കും. മനസ്സിലായില്ലേ? കറക്കുമ്പോൾ കൈക്ക് മാത്രമല്ലേ ഇത് കിട്ടത്തുള്ളൂ, ഫുൾ ബോഡി കിട്ടത്തില്ലല്ലോ. ആണോ? കാലിൽ ചെല്ലല്ലോ കറക്കുന്നേ, കയ്യിൽ മസിൽ വരില്ലേ? ഓക്കെ, നമ്മളപ്പോൾ കുറച്ച് പേര് ഇനി നടന്നിട്ട് തിരിച്ച് കയറി. ഇപ്പോൾ സമയം ഒരു 5:30. യാ ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. പണ്ട് കുഞ്ഞിലെ നമ്മൾ വണ്ടർല പോയിട്ട് അതിനെന്താ പറയുന്ന ജൈന്റ് വീൽ, ആ ജൈന്റ് വീലിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പേടിയോടെ ഇങ്ങനെ ദൂരത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു വയൽ പോലെ ഇത് കാണുമായിരുന്നു. ശരിക്കും ആ സ്ഥലമാണിത്. ദേ കാണുന്നതാണ് വണ്ടർല. ആ സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കണേ. സൂം ചെയ്യാൻ പറ്റില്ല? ഇല്ലില്ല, സൂം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാണുമ്പോൾ വണ്ടർലയിൽ നോക്കുമ്പോൾ ഉള്ള സ്ഥലമാണ് അളിയ ഈ സ്ഥലം. പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വണ്ടർല, ഇതിന്റെ പേര് വണ്ടർല തന്നെയാണോ ഇപ്പോഴും? അല്ലല്ലോ, പിന്നെന്ത് പേര് മാറ്റി ഇടയ്ക്കിടയ്ക്ക് അവര്? വിഗാലാൻഡ്. വിഗാലാൻഡ് ആയിരുന്നു പണ്ട് വിഗാലാൻഡ് ആയിരുന്നു, പിന്നെ വണ്ടർല. അളിയ ജാനിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കും മലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഫുള്ള് കണ്ട മലയിലല്ല, അത് അതൊരു മലയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതെ, ഇവൻ നടന്ന് തളർന്ന് ഇങ്ങനെ ജിമ്മിൽ കൊണ്ടുപോകണം. വാക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടില് പോവാം. എന്നിട്ട് ഇവനെ ഒന്ന് കാലും കൈയൊക്കെ ഇന്ന് കുളിപ്പിക്കോ? കുളിപ്പിക്കാം. സോ ഗൈസ്, നമ്മൾ കറക്കവും പരിപാടിയെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ലെങ്കിലും മതി, അവൾ ഹാപ്പിയാണ്, ഓക്കെയാണ്, സന്തോഷമായി ആൾക്ക്, അത്രേ ഉള്ളൂ. സോ നമ്മളടുത്ത വ്ളോഗൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ, ടാറ്റ. അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ.